കേരള കിസാൻ സംഘ് സംസ്ഥാന കമ്മിറ്റിയുടെ കാർഷിക നവോത്ഥാന യാത്ര ബുധനാഴ്ച മഞ്ചേശ്വരത്ത് നിന്നും ആരംഭിക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആയുഷ്കാലം മുഴുവൻ നീളുന്ന ആത്മബന്ധം. ഗോൾഡ് കിങ്, ദി ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി. ഗോൾഡ് കിങ്, മെയിൻ ജംഗ്ഷൻ, ഉപ്പള. ബ്രാഞ്ചസ് ഹൊസങ്കടി, കുമ്പള, കർണാടക, മുടിപ്പു. രാവിലെ 9 മണിക്ക് മഞ്ചേശ്വരത്തെ രാഷ്ട്രകവി ഗോവിന്ദപ്പൈ സ്മാരകത്തിൽ നിന്നുമാണ് യാത്ര ആരംഭിക്കുക. ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ അനിൽ വൈദ്യമംഗലം നയിക്കുന്ന യാത്ര 2500 കിലോമീറ്റർ സഞ്ചരിച്ച് 14 ജില്ലകളിലൂടെയും 152 ബ്ലോക്കുകളിലൂടെയും ആയിരക്കണക്കിന് ഗ്രാമങ്ങളിലൂടെ കടന്നുപോകും. 28-ന് തിരുവനന്തപുരം ഗാന്ധി പാർക്കിൽ സമാപിക്കും. കർഷകരെ രാജ്യസേവകരായി പ്രഖ്യാപിക്കുക, കാർഷിക ലോണുകൾ പലിശരഹിതമാക്കുക, കാർഷിക ആവശ്യത്തിന് വൈദ്യുതിയും പ്രാഥമിക ചിലവും സൗജന്യമാക്കുക, 60 വയസ്സ് തികഞ്ഞ അർഹതപ്പെട്ട കർഷകർക്ക് പ്രതിമാസം 25,000 രൂപ പെൻഷൻ അനുവദിക്കുക, കൃഷിഭൂമിയിലെ കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കുക, വന്യജീവികളുടെ ആക്രമണം തടയുന്നതിന് സത്വര നടപടികൾ സ്വീകരിക്കുക എന്നിവയാണ് യാത്രയിലെ പ്രധാന ആവശ്യങ്ങളെന്നും ഭാരവാഹികൾ പറഞ്ഞു. 2-ാം തീയതി നാളെ രാവിലെ ഗോവിന്ദപ്പൈ രാഷ്ട്രകവി ഗോവിന്ദപ്പൈയുടെ സ്മാരകത്തിൽ പുഷ്പാർച്ചന അർപ്പിച്ച് രാവിലെ 9 മണിക്ക് കാർഷിക നവോത്ഥാന യാത്ര ആരംഭിക്കുകയാണ്. കാർഷിക നവോത്ഥാന യാത്ര കേരളത്തിലെ 14 ജില്ലകളിലും 152 ബ്ലോക്ക്, ഏകദേശം 1500 കിലോമീറ്ററുകൾ താണ്ടി തിരുവനന്തപുരത്ത് 28-ാം തീയതി സമാപിക്കുകയാണ്. സംഘാടക സമിതി ചെയർമാൻ അശോക് കുമാർ ഹൊള്ള, ഭാരതീയ കിസാൻ സംഘ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് രാമായൻ കളത്തൂർ, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം വിനോദ് കുമാർ ബായാർ, ഭാരതീയ കിസാൻ സംഘ് ജില്ലാ പ്രസിഡന്റ് കുഞ്ഞിരാമൻ നമ്പ്യാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്.